ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു സ്പെഷ്യൽ പായസമാണ് ഇന്നത്തെ റെസിപ്പിയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ നുറുക്ക് ഗോതമ്പ് പായസം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ പായസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 150 ഗ്രാം ഉണ്ട്. ഗോതമ്പ് കഞ്ഞി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ സൂചി ഗോതമ്പ് ഉണ്ടല്ലോ, ആ ഗോതമ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഗോതമ്പ് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഈ നുറുക്ക് ഗോതമ്പ് അരമണിക്കൂർ നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കുക്കായി കിട്ടും. ഇനി നമുക്ക് ഈ ഗോതമ്പ് കുക്ക് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഗോതമ്പ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും. കുക്കറിൻ്റെ സ്റ്റീം മുഴുവൻ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതിയാകും. നമ്മൾ ഉപയോഗിക്കുന്ന കുക്കർ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഗോതമ്പ് ഇവിടെ കുക്കായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പായസത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. ഇവിടെ ഞാൻ 500 ഗ്രാം ശർക്കരയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഗ്രേറ്റ് ചെയ്ത ശർക്കര ഒരു പാനിലേക്ക് ഇട്ടുകൊടുത്ത് ഉരുക്കിയെടുക്കണം. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര നന്നായിട്ട് ഒന്ന് തിളച്ച് മെൽറ്റായിട്ട് വരണം. ശർക്കരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ശർക്കര നന്നായിട്ട് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ശർക്കര പാനിയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. ഇവിടെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കറക്റ്റ് പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം ഗോതമ്പ് കുക്കായിട്ട് കിട്ടേണ്ടത്. ഗോതമ്പ് ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത്. വേവിച്ചെടുത്ത ഗോതമ്പ് ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഗോതമ്പും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഇളക്കി കൊടുത്ത് ഗോതമ്പും ശർക്കരപ്പാനിയും നന്നായിട്ട് യോജിച്ച് കുറുകി വരണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. കൈയെടുക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഗോതമ്പും ശർക്കരയും നന്നായിട്ട് യോജിച്ച് ഗോതമ്പിലേക്ക് ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ച് ഗോതമ്പിന് ശർക്കരയുടെ ആ ഒരു കളർ വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഗോതമ്പിൽ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ച് ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കണം. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നെയ്യിൽ നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം. നെയ്യ് നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഗോതമ്പും നെയ്യും ശർക്കരയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഉരുളിയിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു പാകം വരെ നന്നായിട്ട് വരട്ടിയെടുക്കണം. നെയ്യിൽ ഇതുപോലെ ഗോതമ്പും ശർക്കരയും വരട്ടിയെടുക്കുമ്പോൾ ഈ ഒരു ടൈമിൽ നല്ലൊരു വാസനയായിരിക്കും. നമ്മൾ പായസം തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇത്രയും വരട്ടിയെടുക്കാതെ തന്നെ നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം. എന്നാലും ഇതുപോലെ ഗോതമ്പും ശർക്കരയും നെയ്യും കൂടി നന്നായിട്ട് വരട്ടി തയ്യാറാക്കിയെടുക്കുന്ന പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഈ ഒരു പാകത്തിന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ നാളികേരത്തിൻ്റെ 5 കപ്പ് 2ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നാളികേര പാലിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഫുൾ നാളികേരമാണ് ചിരകിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളച്ച് കുറുകി വരണം. അതുവരെ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഗോതമ്പും ശർക്കരയും നാളികേരപ്പാലും നന്നായിട്ട് യോജിച്ച് വരണം.
അതുവരെ നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം. ഇനി ഇത് തിളച്ച് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം. രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം വരെ നമ്മളിത് കുറുക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. 10 ഏലക്ക പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കപ്പൊടിയാണ് കേട്ടോ ഇത്. പായസത്തിൽ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഏലക്കപ്പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഒന്നാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം തിളയ്ക്കാൻ പാടില്ല. ഗ്യാസ് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും കേട്ടോ. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പായസം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഈ പായസത്തിലേക്ക് നെയ്യിൽ നാളികേരക്കൊത്തും കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് വറുത്തിടണം. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നെയ്യിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നാളികേരക്കൊത്ത് ഇളക്കി കൊടുത്ത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നാളികേരക്കൊത്തിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കാഷ്യൂ നട്ട്സും ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി ലൈറ്റായിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ നെയ്യിൽ റൈസിൻസും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നാളികേരക്കൊത്ത് കാഷ്യൂസ് റൈസിൻസിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നെയ്യിൽ നാളികേരക്കൊത്തും കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയെല്ലാം പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയേ വേണ്ടൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പായസം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം പായസം റെഡിയാക്കി എടുക്കേണ്ടത്. ഞാൻ നമ്മുടെ ഗോതമ്പ് പായസം ഇലയിൽ വിളമ്പാൻ പാകത്തിനുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.